കേട്ടോളൂ സബ് ഇൻസ്പെക്ടർ, നീ ആരെയെങ്കിലും ശല്യപ്പെടുത്തിയാൽ ഞാൻ നിന്നെ ഇടിച്ച് നിന്റെ വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാക്കും. യുവതിയും സുന്ദരിയുമായ IPS ഓഫീസർ നേഹ ശർമ്മ തന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് ശക്തമായ സ്വരത്തിൽ പറഞ്ഞു. ഒരു രാത്രി നേഹ ശർമ്മ കീറിയ പഴയ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു ഭിക്ഷക്കാരിയുടെ വേഷത്തിൽ ഒരു പഴയ സൈക്കിളിൽ കയറി യാത്രയായി. രാത്രിയുടെ അവസാന യാമമായിരുന്നു അത്. അവളുടെ സൈക്കിൾ വിജനമായ റോഡിന്റെ നടുവിലൂടെ ഓടുകയായിരുന്നു. അതേ റോഡിൽ കുറച്ച് പോലീസുകാർ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കോൺസ്റ്റബിൾ സൈക്കിളിൽ വരുന്ന നേഹ ശർമ്മ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ മറ്റേ കോൺസ്റ്റബിളിനോട് പറഞ്ഞു, ഏതോ ഒരു ഭിക്ഷക്കാരി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്കും നേഹ ശർമ്മ അവരുടെ അടുത്തെത്തിയിരുന്നു. അവൾ പോലീസുകാരുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ സൗന്ദര്യം കണ്ട് പോലീസുകാർ മതിമറന്നുപോയി. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ റോഡിന്റെ നടുവിൽ വന്ന് അവളുടെ വഴി തടഞ്ഞു. അവളെ ഭ്രാന്തനെ പോലെ നോക്കി നിന്നു. ജീപ്പിലിരുന്ന ഇൻസ്പെക്ടറുടെ കണ്ണുകൾ നേഹ ശർമ്മയിൽ പതിഞ്ഞിരുന്നു. അയാൾ ഉടൻ തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി അവളെ അടിമുടി തുറിച്ചു നോക്കി. ആരാണ് നീ? ഈ സമയത്ത് എവിടെ നിന്നാണ് വരുന്നത്? നേഹ ശർമ്മ പറഞ്ഞു. സാബ്, ഞാനൊരു ഭിക്ഷക്കാരിയാണ്. യാചിച്ച ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇൻസ്പെക്ടർ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ അരയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു, ഭിക്ഷക്കാരി ഇത്രയും സുന്ദരിയോ? ഇതെങ്ങനെ സാധ്യമാകും? ഇത് കേട്ട് ഇൻസ്പെക്ടറും മറ്റു പോലീസുകാരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. രാത്രി പൂർണ്ണമായും ഇരുണ്ടിരുന്നു. നേഹ ശർമ്മയുടെ ശ്വാസം വേഗത്തിലായി. അവളുടെ ഹൃദയം ധക് ധക് എന്ന് മിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇൻസ്പെക്ടർ പോക്കറ്റിൽ നിന്ന് 1000 രൂപയുടെ നോട്ടെടുത്ത് നേഹ ശർമ്മയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, 1000 രൂപ തരാം, എന്റെ കൂടെ വാ. ഇത് കേട്ട് നേഹ ശർമ്മ സ്തംഭിച്ചു പോയി. ഇൻസ്പെക്ടർ പെട്ടെന്ന് നേഹ ശർമ്മയുടെ കയ്യിൽ പിടിച്ച് സൈക്കിളിൽ നിന്ന് താഴെ ഇറക്കി സ്വന്തം വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നേഹ ശർമ്മയ്ക്ക് എന്തെങ്കിലും ചോദിക്കാൻ കഴിയുന്നതിന് മുൻപ് ഇൻസ്പെക്ടർ പറഞ്ഞു, വണ്ടിയിൽ കയറ്, എന്നിട്ട് ഞാൻ പറയാം. നേഹ ശർമ്മ ഭയത്തോടെ വണ്ടിക്കുള്ളിൽ കയറി. അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, നീ എന്റെ വീട് വൃത്തിയാക്കണം. അതിനാണ് നിനക്ക് ഈ 1000 രൂപ തന്നത്. അതിനുശേഷം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. നേഹ ശർമ്മ പറഞ്ഞു. ശരി. ഇൻസ്പെക്ടർ ഇപ്പോൾ വണ്ടി ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലേക്ക് ഇറക്കി. രാത്രിയുടെ ഇരുട്ടും ആ ദുർഘടമായ വഴിയും കണ്ടപ്പോൾ നേഹ ശർമ്മയുടെ ഹൃദയം വീണ്ടും ധക് ധക് എന്ന് മിടിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ഇൻസ്പെക്ടർ വണ്ടി ഒരു പഴയ തകർന്ന കൊട്ടാരത്തിന്റെ അടുത്തു നിർത്തി.